भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को निभा रही है वो तेरी शायरी है या कोई शायरा. അനിങ്ങ മിസ് ഇപ്പം ഞാൻ നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നപ്പോൾ എപ്പിസോഡ് 17 ആണ്. ഇനി ഒരു എപ്പിസോഡും കൂടെ കാണാൻ സാധ്യതയുള്ളൂ. അടുത്തൊരു എപ്പിസോഡ് തീരും, അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അത് സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും. ലൈക്ക് വൈൽഡ് എപ്പിസോഡിന് എല്ലാവരും കാത്തിരുന്ന ആ ഒരു മൂമെൻറ്റ് സ്പെഷ്യൽ ആവട്ടെ. എന്താണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുക. ഇനി വരുന്ന സ്റ്റോറീസും സപ്പോർട്ട് വേണം. ഉടനെ ഉണ്ടാവും ചോദിച്ചാൽ അറിയത്തില്ല. മാക്സിമം ഞാൻ നേരത്തെ നോക്കാം, ബട്ട് അതിൻ്റെ ടൈമിൽ ഞാൻ നടക്കൂ. സോ വെയിറ്റ് ഫോർ ഇറ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് മിസ് സൗണ്ട് കുറച്ചൊരിതുണ്ട് എനിക്കറിയാം, പക്ഷേ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം കാരണമാണ്. ഒന്ന് ക്ഷമിക്കണം മിസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അത് ഈ 2 എപ്പിസോഡിൽ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം ഇന്ന് നോക്കട്ടെ, മാക്സിമം ലെങ്ത്ത് വയ്ക്കാൻ നോക്കാം. ഉറപ്പൊന്നുമില്ല, മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് രേഷ്മ എടുത്ത് എന്താ സംഭവം ചോദിച്ചതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് രേഷ്മ പറയുമോ എന്നുള്ളത് നമുക്ക് കാണാം. ഒരുപാട് പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. രേഷ്മ നിന്നോടാ ചോദിക്കണേ, എന്തായി നിങ്ങൾ സംസാരിച്ചോ? അതെ രേഷ്മ, നീ എന്താണെന്ന് പറ. എടാ അത് പിന്നെ ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ പറയാ നീരൊന്ന് നിൽക്കോ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്കൊന്നും പറയില്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പറയാനുള്ളല്ലോ. അത് നീ നിനക്ക് പറയാനുള്ള മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എനിക്ക് പറയാനുള്ള കേൾക്കണം. കേട്ടിട്ട് പോയാൽ മതി. ഞാൻ അന്നേ പറഞ്ഞതാ, അവനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് യഥാർത്ഥത്തിൽ അതിനോട് ആ ഒരു ഫീലിങ്സ് ഉണ്ടായിപ്പോയി. എനിക്കറിയില്ല, അല്ലാണ്ട് ഭാഗത്തിനെ വെച്ചിട്ട് നിന്നെ നോക്കിയൊന്നുമല്ല. അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ. ഇത് സംഭവം നിനക്ക് മനസ്സിലായി കാണും ഞാൻ വിശ്വസിച്ചു, പക്ഷെ അങ്ങനെയല്ല അല്ലേ. എടാ ഇനി നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി അതിനെപ്പറ്റി ആലോചിക്കാൻ താല്പര്യമില്ല. ലെറ്റ്സ് ജസ്റ്റ് ബ്രേക്കപ്പ്. എടാ നീ ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? ഞാൻ ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. സോ പറ്റും ഇതിനെപ്പറ്റി നമുക്കിടയിൽ ഡോക്ക് വേണ്ട. ഇനി ഇതും പറഞ്ഞ് വരണ്ട. എനിക്ക് പോട്ടേമായി, ഐ എം ലീവിങ്. എടാ പക്ഷെ നിനക്ക് ഒരു മിനിറ്റ്. അപ്പോൾ ഇതായല്ലേ സംഭവം, മനസ്സിലാവടാ. എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോ ഡെസിഷനല്ലേ. എന്താ പറയാൻ എനിക്കറിയില്ല. അത് തന്നെ, എന്താ ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ, എന്നിട്ട് കൂടെ അവളോട് പാവം. എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ. എടാ നീ സമാനപ്പെടാൻ ചിന്തിക്കാതെ. നിനക്കുള്ളൊരാൾ മേ ബി ഇവനായിരിക്കത്തില്ല, ഈ വരാനിരിക്കുകയോ സംതിങ് ആയിരിക്കും. അതാണിങ്ങനെ പോകുന്നത്. അതിനി ഇവൻ തന്നെ ആണെങ്കിൽ സമയമായി കാണത്തില്ല. അതുകൊണ്ടാണ്, സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെതായ രീതിക്ക് നടന്നോളും. നീ ടെൻഷനാവാതെ നമുക്ക് നോക്കാം. അത് തന്നെ, ടെൻഷനാവാതെ എന്തെങ്കിലും ഒരു വഴി കാണും, നമുക്ക് നോക്കാം. ശരിയാടാ, ഞാൻ ശ്രമിക്കാം. അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല കേട്ടോ. ചെറിയൊരു കാര്യമുണ്ട്, കുറച്ച് എപ്പിസോഡിലായിട്ട് മിസ്സായിപ്പോയി. അതൊന്ന് ആഡാക്കുക. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പുതിയതായിട്ട് വന്ന ദിയ. അവളുടെ ക്യാരക്ടർ, അവളുടെ സ്റ്റോറി നമ്മൾ ഇടയ്ക്ക് മിസ്സായി പോയിട്ടുണ്ട്. കുറേ ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് വന്ന് നിർത്തിയതാണ്. അത് ഇടയ്ക്ക് സ്ക്രിപ്റ്റിൻ്റെ ഇതിൽ മിസ്സായി പോയതാണ്. അതിനി ഈ ഒരു എപ്പിസോഡിൽ അങ്ങ് എന്താ പറയുക കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് അതായത് ദിയും പ്രിയയും നല്ല രീതിയിൽ കമ്പനിയായി അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ക്ലോസ് ആയി, കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പോയിരിക്കുമായിരുന്നു. ഞാനതൊന്നും ആഡാക്കാൻ പറ്റിയില്ല. ഇത് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴാണ് ഓർത്തത് മിസ്സായിപ്പോയി ആവശ്യം. അപ്പോൾ അതൊന്നും ഇതിൻ്റെ കൂടെ ആഡാക്കുവാണ്. അതെ പ്രിയ, എന്താ കാര്യങ്ങളൊക്കെ? ആനുവൽ ലീവ് എത്താറായി, എന്താ ഡിസിഷൻ എടുത്തു? അതെടാ, ഞാൻ ഡിസിഷൻ എടുത്തു, പറയാൻ തീരുമാനിച്ചു. കൂടുതലൊന്നും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ജസ്റ്റ്
എനിക്ക് തോന്നിയൊരു കാര്യം ഞാനങ്ങ് പറയും, അത്രേ ഉള്ളൂ. വീട്ടിൽ എന്തോ ആവട്ടെ, എന്താണെങ്കിലും ഞാൻ കേൾക്കും. അതാണ്, എന്തിനാണേലും കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അതേടാ, താങ്ക് യു. നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെ എനിക്കല്ല. എനിവേ, അപ്പോൾ നമ്മൾ ഈ റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് പ്ലാനിങ്സ്? ഒരുമിച്ച് വേണ്ടേ പാർലറിൽ പോയിട്ട്? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാർലറൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ നീ? അത് ഞാൻ ഇനി ശരിയാക്കണം. ഞാൻ നോക്കിയത് പറഞ്ഞല്ലോ, അവിടെ ഇങ്ങനെ റേറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനി ഇങ്ങനെയാണ് ചേഞ്ച് ആക്കണ്ടേ? അത് ശരിയാണല്ലോ. അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. എനിക്ക് റിലേറ്റീവ് ഉണ്ട്, ആൻറ്റി സ്വന്തമായിട്ട് നടത്തുന്നില്ല, വീട്ടിൽ തന്നെ തൊട്ടടുത്താണ് എൻ്റെ വീടിന്, കുറച്ച് പോയാൽ മതി. അപ്പോൾ നീ അങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് നേരെ പാർലറിൽ പോയിട്ട് റെഡിയായിട്ട് അവിടുന്ന് സ്കൂളിലേക്ക് വരാം. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഓക്കെ ആണോ? കാര്യങ്ങളൊക്കെ നീ ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞേക്കാം, ബുക്ക് ചെയ്ത് വെച്ചേക്കാം നമുക്കുള്ളത്. ആണോ? ഞാൻ ചോദിച്ചിട്ട് നേരത്തെ തന്നെ അറിയിക്കാം. എന്നാൽ ശരിയടാ, ഇൻ്റർവെൽ കഴിഞ്ഞില്ലേ, നീ ചെന്നോ, അടുത്ത ക്ലാസ്സില്ലേ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കേടാ, ബൈ, പിന്നെ സംസാരിക്കാമേ. പ്രിയ, എന്തായി? റെഡിയായോ? എവിടെ കാണട്ടെ? ദേ വരുവാടാ. അപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഷോർട്ടാണ്, ലോങ് ആക്കാൻ നോക്കിയതാ, പക്ഷേ എൻ്റെ കണ്ടന്റ് അനുസരിച്ചും സ്ക്രിപ്റ്റ് അനുസരിച്ചും ഇത്രേ വരുന്നുള്ളൂ. പിന്നെ അടുത്ത ആനുവൽ എപ്പിസോഡ് ഇതിൽ ആഡ് ചെയ്യേണ്ട, സ്പെഷ്യലായിട്ട് ഒരു ഫുൾ എപ്പിസോഡ് കാണിക്കാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ നമുക്കിനി പ്രിയ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതുവരെയുള്ള എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കംസാംനിദ.